ത്രീ സ്റ്റാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അന്നേരം 2-3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞാൻ വന്നിരിക്കുന്നു. എടുത്തു വെച്ച വീഡിയോസ് കുറച്ച് അപ്ലോഡ് ചെയ്യാനുണ്ട് കേട്ടോ. വൈകിയേ വരുന്നതായിരിക്കും. ഇവിടെ നല്ല ഇടി മഴയൊക്കെയാണ് കേട്ടോ വൈകുന്നേരം. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് കുറച്ച് ദിവസമായിട്ട് ലോങ് വീഡിയോ ഇല്ലാത്തത്. പിന്നെ നമ്മൾ ഇന്നത്തെ പൊങ്കാലേൻ്റെ വീഡിയോസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. രാവിലെ ഒരു 8:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി നേരത്തെ പോയി ഞങ്ങൾക്കുള്ള കട്ടയും ഇഷ്ടികയും വിറകും ഒക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സ്ഥലമൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മൾ നേരത്തെ പോയെന്ന് വെച്ചാൽ സ്ഥലം കിട്ടിയില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് വെയിലത്തൊക്കെ കിട്ടിയാലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. ഈ ചേട്ടൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് അവിടെ എന്നെ കുഞ്ഞ് വാവയാകുമ്പോൾ തൊട്ടേ അറിയണം. എൻ്റെ അച്ഛനെയും അമ്മേനെയും ആ കാലം തൊട്ടേ അറിയണമാണ് കേട്ടോ. ഞങ്ങളോട് വലിയ സ്നേഹമാണ്. അവരെ മക്കളെ പോലെ തന്നെ വലിയ സ്നേഹമാണ് കേട്ടോ. അവർ കുറേ നാളുകൾക്ക് ശേഷം കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം. ചേട്ടൻ്റെ അമ്മേനെയും ഭാര്യേനെയും ഒക്കെ കണ്ടായിരുന്നു. എല്ലാവരെയും കണ്ട് വർത്താനൊക്കെ പറഞ്ഞു. നല്ലൊരു സന്തോഷം തോന്നിയിട്ട് എല്ലാവരെയും കണ്ടപ്പോൾ. പിന്നെ പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഈ വർഷം ആൾ കുറവായിരുന്നു കേട്ടോ. കാരണം വിറകൊക്കെ തലേ ദിവസം നല്ല മഴ ആയതുകൊണ്ട് തന്നെ വിറകൊക്കെ നന്നായി നനഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. കുറേ വിറകൊക്കെ നനഞ്ഞിട്ടുണ്ട്, കുറേയൊക്കെ നനഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തെങ്ങിൻ്റെ ഓലയും കുഞ്ഞു ചെറിയ വിറക് ഞാൻ കുറച്ച് പീസാക്കിയിട്ട് കൊണ്ടുപോയായിരുന്നു. പെട്ടെന്ന് തീ പിടിച്ചിട്ടാൻ വേണ്ടി കുറച്ച് കഷ്ണങ്ങൾ ഞാൻ കൊണ്ടുപോയായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് തീ പെട്ടെന്ന് പിടിച്ച് കിട്ടി കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് അടുത്തടുത്തല്ലേ അടുപ്പുകൾ, അതുകൊണ്ട് നല്ല പുകയാണ് കേട്ടോ. എത്ര പുക സഹിച്ചാലും വേണ്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ ഈ പൊങ്കാലിടുക എന്ന് പറഞ്ഞാൽ. ആറ്റുകാൽ പൊങ്കാല കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് എപ്പോൾ സാധിക്കുമെന്നത്. കഴിഞ്ഞ വർഷം തൊട്ട് നമ്മളെവിടെയും തുടങ്ങിയപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. കാരണം ഇപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് ഇടാൻ പറ്റി, ഈ വർഷം ഇടാൻ പറ്റി. ഇനി അടുത്ത വർഷത്തെ സ്ഥിതി എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. മുടങ്ങാതെ ഉള്ള അത്രയും കാലം ഇടണം എന്നൊരാഗ്രഹം മനസ്സിലുണ്ട്. പിന്നെ കുറേ പേരെ പൊങ്കാലൊന്നും പൊന്തി വന്നിട്ടില്ല കേട്ടോ. വെള്ളത്തിൻ്റെ കുറവുകൊണ്ടാണെന്നാണ് പറയണത്. എനിക്കറിയുന്നില്ല. എൻ്റെ പൊങ്കാല എന്തായാലും നല്ല അടിപൊളിയായിട്ട് തിളച്ച് മറിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ തീ ആദ്യം കുറച്ച് കത്തി കളിക്കാൻ കുറച്ച് മടിയുണ്ടായിരുന്നു. പിന്നെ തീ നല്ല അടിപൊളിയായിട്ട് കത്തി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടോ. കുറേ പേരെല്ലാം ഇങ്ങനെ കട്ട കെട്ടിപ്പോയി. വെള്ളം ഇല്ലാണ്ടായിട്ട് ചോറും അല്ല പായസം ഇല്ലാത്തൊരവസ്ഥയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. തിളയ്ക്കാനോ ഒന്നിനും പറ്റില്ല. എന്താ സംഭവിച്ചതെന്ന് അറിയുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് ബെല്ലവും അരിയും കലമൊക്കെ അവിടെ നിന്ന് തരുന്നുണ്ട്. മധുരമൊക്കെ കുറച്ച് കുറവുണ്ടാവും കേട്ടോ. നമ്മൾ 2 ആണി ബെല്ലാണ് നമുക്ക് അവിടെ നിന്ന് തരിക കേട്ടോ. ഇതൊക്കെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. പൊന്നൂസും ചക്കരയൊക്കെ കുഞ്ഞാപ്പും കുറേ നേരം കഴിഞ്ഞിട്ടാട്ടോ വന്നുകൊണ്ട് വീഡിയോസൊക്കെ ഞാൻ തന്നെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവും. ഒരു കൈ വെച്ച് നമ്മൾ വീഡിയോസ് എടുക്കുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. പിന്നെ ഇതാ അമ്പലത്തിൽ പോയി നേദിയൊക്കെ കഴിഞ്ഞു. അമ്പലത്തിൽ പോയി തൊഴുതുമൊക്കെ ചെയ്യാൻ കേട്ടോ. 12:30 ആകുമ്പോഴത്തേക്ക് നേദിയൊക്കെ കഴിഞ്ഞിരുന്നു. നേരത്തെ തുടങ്ങിയതുകൊണ്ട് തന്നെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വെയിലിന് ചൂടുണ്ട്. പക്ഷെ നമുക്ക് ഈ മരത്തിൻ്റെ ചോലകൾ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം തണലും ഉണ്ട്. അത്യാവശ്യം ആ വെയിലിൻ്റെ അത്ര ഗാഢമായ ചൂട് നമുക്കറിയത്തില്ല കേട്ടോ. നമ്മളിവിടെ ഓൾറെഡി ഒരു തണുത്ത പ്രദേശമാണ്. ആ ഒരു സുഖമുണ്ട് കേട്ടോ. പിന്നെ തീയും ചൂടും ഉള്ളതിൻ്റെ ഒരു ചെറിയൊരു ചൂടുണ്ടാവും എന്ന് മാത്രം കേട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ കുറേ കാലത്തെ ആഗ്രഹങ്ങൾ ഇനിയിപ്പോൾ അടുത്ത വർഷം നമ്മൾ ആരൊക്കെ ഉണ്ടാവും എന്താണെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അല്ലേ. ആറ്റുകാൽ പോയി ചെയ്യാൻ പറ്റാത്തതിൻ്റെ ആ ഒരു വിഷമം നമുക്ക് ഇവിടെ അങ്ങ് തീർക്കുകയാണ് അല്ലേ. അതാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് അതൊക്കെ ആയിട്ടോ പറ്റുള്ളൂ. അവിടെയൊന്നും പോയിട്ട് ചെയ്യാന്നുള്ളത് നമ്മളെയൊക്കെ ജീവിതത്തിൽ ഒരാഗ്രഹമായിട്ട് അവിടെ കിടക്കും. ഏതെങ്കിലും ഒരു കാലത്ത് നടക്കും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി അങ്ങ് പോവാല്ലേ. പിന്നെ ഇതാ നേദിയൊക്കെ കഴിഞ്ഞു വന്നതാ അമ്പലപ്പറമ്പിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഊണിനുള്ള തയ്യാറെടുപ്പാണ്. 1 മണിയാവും ചോറ് കൊടുക്കാൻ തുടങ്ങുമ്പോൾ. അന്നേരം കുറച്ച് നേരം അവിടെ അങ്ങനെ വന്ന് ഇരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞാൽ ചേച്ചിമാരെല്ലാവരും കൂടെ തന്നെ ഉണ്ട്. ഇതൊക്കെ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ചേച്ചിമാരാണ് കേട്ടോ. ഞങ്ങൾ 4 പേരാണ് കേട്ടോ ഇവിടുന്ന് പോയത്. ഞങ്ങൾ തൊട്ടടുത്ത് 4 പേരാണ് കേട്ടോ പോയത്. 3 ചേച്ചിമാരും ഞാനും കൂടിയാണ് പോയത്. പിന്നെ കുഞ്ഞാപ്പക്കുട്ടി നമ്മളെ പൊങ്കാല പായസം കുടിക്കുകയാണ് കേട്ടോ. പൊങ്കാല പായസം അവൾക്ക് വേണം പറഞ്ഞിട്ട് ഭയങ്കര ചൂടായിരുന്നു. അന്നേരം അവിടെ ഇരുന്ന് തണുത്ത് കുടിക്കാൻ പറഞ്ഞിട്ട് അവിടെ ഇരുന്നാണ്. പിന്നെ അതാ ചോറിനാൻ വേണ്ടി പോയപ്പം ആൾ ചോറൊന്നും കഴിച്ചില്ല. ചോറൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ആൾ 2 വായി ചോറുന്നു ആൾ പോയിട്ടാ. പിന്നെ ഞാൻ വയറ് നിറച്ച് ചോറിനു. കാരണം നമ്മൾ രാവിലെ ഒന്നും കഴിക്കാതെയല്ലേ പോകുന്നത്. നല്ല വിശപ്പുണ്ടായിരുന്നു. കാലൊക്കെ നീട്ടി വെച്ചിരുന്ന് ആസ്വദിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. കാരണം എനിക്ക് കാല് മടക്കിയിരുന്ന് ചോറിനാൻ കഴിയത്തില്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. കാരണം ഞങ്ങളെ വീഡിയോ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആണ്. അന്നേരം വീഡിയോ നാളത്തോട്ട് എടുത്തു വെച്ച വീഡിയോസുകൾ ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.